കൊത്തന്നൂർ അപ്പംസ് റെസ്റ്റോറന്റിന്റെ രണ്ട് ഓണേഴ്സ് ആണ് നമ്മളോടുള്ളത്. എന്താ പേര്? ഫിലിപ്പ്. എവിടെയാ? നാട്ടില്? ഞാൻ സുർജിത്ത്. നാട്ടിൽ ട്രിവാൻഡ്രം ജനിച്ചത് വളർന്നത് ഇവിടെ. സോ അപ്പംസ് റെസ്റ്റോറന്റ് 3 വർഷത്തിന് മുന്നേ ഒരു ചെറിയ 10x10 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു സ്പേസിൽ തുടങ്ങിയതാണ് കൊത്തന്നൂരില്. 2023 മെയിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. 10 സീറ്റർ വെച്ച് സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പൊ നമ്മൾ രണ്ടുപേരും വർക്കിംഗ് ആയിരുന്നു ആ സമയത്ത്. അപ്പൊ നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യണമെന്നുള്ള ഐഡിയയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. 2 വർഷം അത് നല്ല സക്സസ് ആയിട്ട് ഓടി. ഒരു നെക്സ്റ്റ് അപ്ഗ്രേഡേഷൻ പോലെ ഒരു 40 സീറ്റർ ചെയ്തു. അതും നിയർലി ഒരു 6 months നമ്മൾ നല്ല സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്തു. ഇപ്പോഴാണ് നമ്മൾ ഇത്രയും വലിയൊരു സെറ്റപ്പിലോട്ട് 150 സീറ്റർ ആയിട്ടുണ്ട്. അത്രയും വലിയൊരു ഇതിലേക്ക് എത്തി. ഡെഡിക്കേറ്റഡ് പാർക്കിംഗ് സ്പേസ് ഉണ്ട്, കിഡ്സ് പ്ലേ ഏരിയ ഉണ്ട്. ആദ്യം തുടങ്ങിയ സമയത്ത് എങ്ങനെയായിരുന്നു ഇവിടുത്തെ ആൾക്കാരുടെ അക്സെപ്റ്റൻസ്? 3 years കൊണ്ടുള്ള നമ്മള് ചില ഡിഷസ് ഒക്കെ ഫേമസ് ആണ്. ചിക്കൻ സ്റ്റൂ, ബീഫ് ഐറ്റംസ് ഒക്കെ. അത് ഇപ്പോഴും നമ്മുടെ പഴയ കസ്റ്റമേഴ്സ് എപ്പോഴും അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. സെയിം ക്വാളിറ്റി, സെയിം ക്വാണ്ടിറ്റി. ടാഗ്ലൈൻ തന്നെ ലൈക്ക് ഹോം എന്നുള്ളതാണ്. അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, വീട്ടിൽ നിന്ന് അമ്മ ഉണ്ടാക്കി തരുന്ന കറികൾ നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് അപ്പം മാത്രം ഇവിടെ ഉണ്ടാക്കി അങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. എന്റെ അച്ഛനും അച്ഛനുമായിരുന്നു അപ്പം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. സോ ഒരു കംപ്ലീറ്റ്ലി ഫാമിലി വർക്ക് ആയിരുന്നു അല്ലേ? ഇവിടേക്ക് വരുന്ന കസ്റ്റമർ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യണമെന്ന് പറയുന്ന ഒരു ഡിഷ് എന്താ? റീസെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ഐറ്റം ആണ് ഫിഷ് മാംഗോ കറി. അയല വെച്ചിട്ടുണ്ട്. കസ്റ്റമർ ഫ്രണ്ട്ലി, പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു തോട്ടിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. എല്ലാ ഐറ്റംസും ബെസ്റ്റ് എന്ന് ഞാൻ പറയുള്ളൂ. ലെഫ്റ്റ് ദ കസ്റ്റമർ എങ്ങനെ വന്ന് ട്രൈ ചെയ്ത് നമുക്ക് ഒരു ഫീഡ്ബാക്ക് തരുക. ഇനി എന്തായാലും ഒരു ഫാമിലി ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ എനിക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പൊ എന്താണെങ്കിലും അടിപൊളിയാവട്ടെ. ബാംഗ്ലൂരിൽ തന്നെ പല സ്ഥലത്തേക്ക് നിങ്ങൾക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് വരട്ടെ.